കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം അതാണ് ICU പീഡന കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നീതി ഇതുവരെയും അതിജീവതയ്ക്ക് കിട്ടിയിട്ടില്ല. ഇതിനെ തുടർന്ന് ഇത് ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ, സമരരീതിയിലേക്ക് പോകാൻ തന്നെയാണ് അതിജീവത ശ്രമിക്കുന്നത്. കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിനാണ് വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും നടപടി അനന്തമായി നീളുന്നതെന്നാണ് ആരോപണം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ട് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ ICU പീഡന കേസിൽ അതിജീവിതയ്ക്കുണ്ടായിട്ടുള്ളത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു നീതി ലഭ്യമായിട്ടില്ല. ഇനി എന്തൊക്കെ നടപടികളിലേക്ക് പോകാനാണ് അതിജീവിത ശ്രമിക്കുന്നത്? ICU പീഡന കേസിലെ അതിജീവിത ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. കുറ്റക്കാരെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ആരോപണവും ശക്തമാണ്. തെളിവുകളടക്കം വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും നടപടി എടുക്കുന്നില്ല എന്ന് പലവട്ടമാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ അടക്കം അല്ലെങ്കിൽ സർക്കാർ തലത്തിലടക്കം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു സ്ത്രീക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ ജനൻ TV-യോടാണ് അതിജീവതയുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. സർക്കാർ തലത്തിൽ വരെ പോരാട്ടം ശക്തമാക്കും എന്ന് തന്നെയാണ് പലവട്ടം ആവർത്തിച്ചിരിക്കുന്നത്. ഇവിടെ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്? അരുൺ കൊടുങ്ങൂർ ലൈനിലുണ്ട്. അരുൺ, സംഭവം നടന്ന് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും അതിജീവിതയ്ക്ക് നീതി ലഭ്യമായിട്ടില്ല. ശക്തമായ പോരാട്ടം തുടരുമെന്ന് തന്നെയല്ലേ ജനൻ TV-യോട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്? തീർച്ചയായും സാക്ഷര കേരളത്തിന് ഏറ്റവും അപമാനകരമായ സംഭവമാണ് കോഴിക്കോട് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രശ്നത്തിൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും അധികൃതരുടെ ഭാഗത്തുനിന്നും, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. പലതവണ ഇവർ കൃത്യമായ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലും നേരിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് ഈ തൻ്റെ ദുഃഖം, തൻ്റെ വേദനയെല്ലാം തന്നെ പങ്കുവെക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. ഇരയ്ക്കൊപ്പം നിൽക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വേദനയോടെയാണ് ഇന്നലെയും ഈ അതിജീവിത വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഇനി മുന്നോട്ട് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതായത് സർക്കാരും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളുമെല്ലാം തന്നെ ഓർക്കുന്നത്, ഇനിയും ഇത്തരത്തിൽ ഈ നടപടിയെടുക്കുന്നത് വൈകി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അതിജീവിത പിന്നോട്ട് പോകുമെന്നാണ് ഇവരെല്ലാം തന്നെ കരുതിയിരുന്നത്. കാരണം വലിയ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ അതിജീവിത മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതേ കാലം ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കേസിൻ്റെ ചൂട് പോകും. അതിനുശേഷം ഇവർ ഈ കേസിൽ നിന്നും പിന്നോട്ട് പോകുമെന്നൊക്കെ തന്നെയാണ് ഇവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ഓഫീസുകളിലും മാസങ്ങളോളം കയറി ഇറങ്ങേണ്ടി വരുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം, സാക്ഷര കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും അപമാനകരമായ സംഭവം തന്നെയായിരുന്നു ഇത്. കാരണം ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതിയിരുന്ന സർക്കാർ ആശുപത്രിയിലെ ICU-നുള്ളിലാണ് ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകേണ്ടി വന്നത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരനുഭവം ഉണ്ടാകേണ്ടി വന്നത്. കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ, അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ടും പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഭരണതലത്തിലെ സ്വാധീനമുണ്ട്. എന്തുകൊണ്ട് ഈ വേട്ടക്കാർക്കൊപ്പം ഈ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ പൂർണ്ണമായി നിൽക്കുന്നു? ആരോഗ്യമന്ത്രിയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പോലെ ഏരിയക്കൊപ്പമായിരിക്കും ഞങ്ങൾ ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോഴും എന്തുകൊണ്ട് ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായ ചോദ്യമാണ് ഇവിടെ പോകാൻ തയ്യാർ തന്നെയാണ് അതിജീവിത എന്നാണ് പറയുന്നത്. സർക്കാർ തലത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്.